ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ കുൽഫി ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വെറും മൂന്നേ ചേരുവകൾ മാത്രം വെച്ചിട്ടാണ്, അതും നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാവുന്ന ചേരുവകൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു അടിപൊളി കുൽഫി തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് മാങ്ങ എടുക്കുമ്പോൾ നല്ല പഴുത്തതായിട്ടുള്ള മാങ്ങ എടുക്കാൻ നോക്കുക. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒത്തിരി അങ്ങ് പഴുത്തിട്ടൊന്നുമില്ല, എന്നാൽ കുഴപ്പമില്ല, അത്യാവശ്യം പഴുത്തിട്ടുമുണ്ട്, ആ ഒരു രീതിയിലാണ്. അപ്പോൾ ഞാൻ ഈ 2 മാങ്ങയും ഒന്ന് തൊലിയെല്ലാം കളഞ്ഞ് ഇതേപോലെ ഒന്ന് ചെറുതാക്കി എടുത്ത് വന്നിട്ടുണ്ട്. കാരണം നമുക്കിത് മിക്സിയിൽ അടിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ഇതിന് വേണ്ടുന്ന പാലൊന്ന് തയ്യാറാക്കണം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് 1/2 ലിറ്ററോളം ഉള്ള പാലെടുക്കുമ്പോൾ എപ്പോഴും ഫുൾ ഫാറ്റ് ആയിട്ടുള്ള ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കാൻ നോക്കുക. അപ്പോൾ 1/2 ലിറ്റർ പാല് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ 3 ചേരുവകയിൽ ഒന്ന് മാങ്ങയാണ്, മറ്റൊന്ന് പാല്, പിന്നെ മൂന്നാമത്തെയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് പഞ്ചസാര. നമുക്ക് മാങ്ങയ്ക്ക് മധുരം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പഞ്ചസാരയുടെ ആവശ്യമില്ല. പക്ഷെ ഞാൻ എടുത്തിരിക്കുന്ന മാങ്ങ ഒന്ന് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വലിയ മധുരം ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 1.5 ടേബിൾ സ്പൂണോളമുള്ള പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പാല് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിച്ച് ഇതിൻ്റെ നമ്മൾ ആദ്യം ഒഴിച്ച ക്വാണ്ടിറ്റിയിൽ നിന്ന് ഇച്ചിരി അത് കുറയും, ആ ഒരു രീതിയിൽ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇതിൻ്റെ ഈ ഒരു പാടയും കാര്യങ്ങളൊക്കെ ഈ സൈഡിൽ ഈ പറ്റി പിടിച്ചിരിക്കുന്ന പാടയൊക്കെ നമ്മുടെ ഈ ഒരു കയ്യിൽ വെച്ചിട്ട് ഒന്ന് വടിച്ചെടുക്കണം കേട്ടോ. കാരണം അതെല്ലാം ഈ ഫുൾ ഫാറ്റ് മിൽക്കിൻ്റെ ഫാറ്റാണത്. അപ്പോൾ അത് നമുക്ക് നമ്മുടെ ഈ ഒരു ഐസ്ക്രീം ഉണ്ടാക്കാനാണെങ്കിലും അല്ലെങ്കിൽ പുഡിങ്ങോ അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കാനാണെങ്കിലും ഈ ഒരു ഫാറ്റ് ഒത്തിരി ആവശ്യമുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം പാടയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അത് തരികളായിട്ട് കിടന്നാലും കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മളത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം വടിച്ചെടുക്കുക. അപ്പോൾ ഇവിടെ പാലൊക്കെ നന്നായി 2-3 തവണ ഞാനൊരു ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ വീണ്ടും അത് ലോ ഫ്ലെയിമിലിട്ട് 1 മിനിറ്റോളം ഞാനൊന്ന് അവിടെ വെയിറ്റ് ചെയ്ത് അങ്ങനെയാണ് കേട്ടോ ഞാനിതൊന്ന് വറ്റിച്ചെടുത്തത്. ഇപ്പോൾ നമ്മൾ ആദ്യം ഒഴിച്ചതിനേക്കാളും ഒക്കെ ഒത്തിരി കുറഞ്ഞു പോയിട്ടുണ്ട് ക്വാണ്ടിറ്റി. അപ്പോൾ ഇത് മതിയാവും. ഫ്ലെയിം ഓഫ് ചെയ്തു. ഞാൻ ഇനി ഇതൊരു കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് തന്നെ ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ചൂടാറുന്നതിന് മുൻപ് തന്നെ ഈ ഒരു സമയത്ത് നമുക്കത് ഒരു കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ബാക്കിയുള്ളതും നമ്മൾ അവസാനം എടുത്തൊരു സമയത്ത് നമുക്ക് ചിലപ്പം പാട വടിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ എനിക്കത് പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ അതും കൂടെ ഒന്ന് വടിച്ച് എടുത്ത് ഈ ഒരു പാലിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു 10 മിനിറ്റോളം ഞാൻ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ പാടയൊക്കെ കെട്ടി തന്നെ ഇരിക്കുന്നുണ്ട്. പാട കെട്ടുന്നത് നല്ലതാണ് നമ്മുടെ ഒരു ക്രീമി ഐസ്ക്രീമിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്കിത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ഒരു വലിയ ജാർ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ആദ്യം നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാല് ചേർത്ത് കൊടുത്തു കഴിയുമ്പോൾ പാത്രത്തിൻ്റെ അടിയിലും ചിലപ്പോൾ ഇതുപോലെ തന്നെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതും കൂടെ ഒന്ന് വടിച്ച് നമുക്ക് ഇട്ട് കൊടുക്കണം. ഇനി അടുത്തത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മിക്സിയിൽ നല്ലതുപോലെ ആ മാങ്ങയൊക്കെ നന്നായിട്ട് അടിഞ്ഞ് ജ്യൂസ് ആകുന്ന ആ ഒരു പരുവത്തിന് നമുക്ക് അടിച്ചെടുക്കാം. ഞാനിവിടെ ഏകദേശം 1 മിനിറ്റോളം തന്നെ അടിച്ചെടുത്തു കേട്ടോ. ആദ്യം 1-ലിട്ട് സ്പീഡ് 1-ലിട്ട് പിന്നെ 2-ലോട്ട് മാറ്റി 3-ലേക്ക് മാറ്റി ഏകദേശം 1 മിനിറ്റ് തന്നെയാണ് ഞാൻ അടിച്ചെടുത്തത്. അപ്പോൾ നല്ല ക്രീമി ആയിട്ടുള്ള നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നേരെ നിങ്ങൾ ഏത് പാത്രത്തിലാണോ ഒഴിക്കാൻ പോകുന്നത് ആ പാത്രത്തിലോട്ട് ഒഴിക്കുക. കണ്ടോ, നല്ല ക്രീമി തിക്കായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി ഞാനിവിടെ ഇതൊരു കുൽഫിയുടെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു പാത്രം ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ സാധാരണ കുൽഫിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലത്തെ പാത്രം ഈ ഒരു ഗ്ലാസ്സാണ് എടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ സ്റ്റീലിൻ്റെ ഗ്ലാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഷേപ്പ് കിട്ടുന്ന ഏതൊരു പാത്രത്തിലും ഉണ്ടാക്കാം. അല്ലെങ്കിൽ പിന്നെ ഇതിന് വേണ്ടി മോൾഡൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതില്ലാത്തവർക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിന് ആദ്യത്തെ ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ട് നമുക്കതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഒന്ന് തട്ടി കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് സ്പേസ് വരും ഈ ഒരു പാത്രത്തിൻ്റെ ഗ്ലാസിൻ്റെ. അപ്പോൾ ഞാൻ ബാക്കിയുള്ള 2 ഗ്ലാസും കൂടെ ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്യുന്നുണ്ട്.
ഇനി അടുത്തത് നമുക്ക് ഇതൊന്ന് ഫോയിൽ പേപ്പർ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റേ ഫിലിം പേപ്പറൊക്കെ വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് പൊതിഞ്ഞു കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ കൊടുക്കുന്നത് എന്തിനാണെന്ന് എന്നോട് പലരും ചോദിക്കാറുണ്ട്. അതിങ്ങനെ കൊടുക്കുന്നത് നമ്മൾ ഫ്രീസറിനകത്താണ് ഇത് ഫ്രീസ് ചെയ്യാൻ വെക്കുന്നത്. അപ്പോൾ അതിനകത്ത് നല്ല ഐസ് ക്രിസ്റ്റൽസ് ഒന്നും വീണ് ഒത്തിരി വെള്ളം പോലെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുണ്ടെങ്കിൽ ചെയ്യാം, ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ അത് സാരമില്ല, ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ മൂടിക ഒന്ന് 3 ഇതിൻ്റെ മേലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതിയാവും. ഇനി നമുക്കത് ഒരു കത്തി എടുത്തിട്ട് നമ്മളൊരു ഐസ്ക്രീം സ്റ്റിക്ക് ഉണ്ടല്ലോ അതാണ് കുത്തി കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചു ഐസ്ക്രീം സ്റ്റിക്കൊക്കെ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ് ഈ ഒരു സമയത്തൊക്കെ. അപ്പോൾ ഐസ്ക്രീം സ്റ്റിക്ക് വേണമെന്നില്ല, ഞാനിപ്പോൾ ഇവിടെ ഉള്ളത് കൊണ്ട് ഇത് ഇടുന്നു എന്ന് മാത്രം. ഇതിന് പകരം നിങ്ങൾക്ക് നമ്മുടെ വീട്ടിലുള്ള സാധാരണ കുഞ്ഞ് സ്പൂൺ ഉണ്ടല്ലോ, ഉള്ളതിൽ കുഞ്ഞ് സ്പൂൺ എടുക്കുക, അത് ഇതുപോലെ ഒന്ന് കുത്തി വെച്ചാൽ മതി. സ്പൂണിൻ്റെ കോരുന്ന ഒരു ഭാഗം ഇതിനകത്തോട്ടേക്ക് ഇറക്കി വെക്കുക. പിന്നെ ഇതുപോലെ സ്റ്റിക്കാണെങ്കിലും അല്ലെങ്കിൽ സ്പൂണാണെങ്കിലും ഇറക്കി വെക്കുമ്പോൾ പാത്രത്തിൽ മുട്ടി വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പാത്രത്തിൽ ആദ്യം തന്നെ ഒന്ന് മുട്ടിക്കുക, എന്നിട്ട് പതുക്കെ ഒന്ന് പൊന്തിച്ച് വെക്കുക. അപ്പോൾ അതാവുമ്പോൾ കറക്റ്റായിട്ട് ഇരിക്കും. ഇനി നമുക്കത് ഫ്രീസ് ചെയ്തെടുത്തിട്ട് വരാം. ഞാനപ്പോൾ അതിവിടെ ഫ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 7 മണിക്കൂറാണ് ഞാൻ ഫ്രീസറിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതാ നമ്മുടെ കുൽഫി നല്ല സൂപ്പറായിട്ടാണ് ഇരിക്കുന്നത്. വലിയ ഷേപ്പിന് വലിയ കുഴപ്പമൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് അതിൻ്റെ കവറൊക്കെ എടുത്തിട്ട് വരാം. ഇത് ഗ്ലാസ്സിലൊക്കെ ഒന്ന് എടുക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അതിനൊന്നുമില്ല, ഒരു സൂത്രമുണ്ട്. നമ്മൾ പച്ചവെള്ളം എടുക്കുക, അല്ലെങ്കിൽ ചെറിയ ചൂടുള്ള വെള്ളം എടുത്താലും മതിയാവും. നമ്മുടെ കയ്യിൽ പറ്റുന്ന രീതിയിലുള്ള താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ചൂടുവെള്ളം എടുത്ത് ഇതേപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് വിട്ടിട്ട് പോരും. ഒന്ന് തിരിച്ചെടുത്താൽ മതി, ഈസി ആയിട്ട് അത് പോരും. അപ്പോൾ അത് ഗ്ലാസ്സിലാണെങ്കിലും ഇപ്പോൾ ചില്ലിൻ്റെ ഗ്ലാസ് ആണെങ്കിലും സ്റ്റീൽ ഗ്ലാസ് ആണെങ്കിലും ഈ ഒരു മെത്തേഡ് നോക്കുക. ചെറു ചൂടുവെള്ളത്തിൽ നമ്മുടെ കൈ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് റോൾ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് എടുത്തിട്ട് വരാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, മറക്കാണ്ട് ട്രൈ ചെയ്യണം. കാരണം ഇത് വളരെ ഈസിയാണ്. നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉള്ള പാല്, പഞ്ചസാര ഒക്കെ, അതുപോലെ ഇപ്പം മാങ്ങയുടെ സീസൺ കൂടിയാണ്, അതുകൊണ്ടാണ് മാങ്ങ വെച്ചിട്ട് ഞാൻ കാണിച്ചത്. പിന്നെ ഈ മാങ്ങ ഇല്ലയെന്ന് ഓർത്തിട്ട് ആരും ഉണ്ടാക്കാതിരിക്കരുത്. പാലും പഞ്ചസാരയും മാത്രം വെച്ചിട്ട് ഉണ്ടാക്കാവുന്ന കുൽഫിയും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ മുന്നേ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അത് മറക്കരുത് കാണാനായിട്ട്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ മേലെ അല്പം പിസ്തയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. ഇത് ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടി മാത്രം ഞാൻ ചേർക്കുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർക്കുക, ഇല്ലെങ്കിൽ ചേർക്കണ്ട. ഞാൻ ഇതുണ്ടല്ലോ പുതിനയിലും കൂടെ ഞാൻ അല്പം ഇങ്ങനെ 2 ഇല എടുത്തിട്ട് അതൊന്ന് കീറിയിട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇപ്പോൾ ആർക്കെങ്കിലൊക്കെ നമ്മൾ സെർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, വിരുന്നുകാർക്ക് സെർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം. ആ ഒരു മിൻറ്റിൻ്റെ ഫ്ലേവറും മാംഗോയുടെ മിൻറ്റിൻ്റെ മണവും മാംഗോയുടെ ഫ്ലേവറൊക്കെ കൂടെ നല്ലൊരു എന്താ പറയുക, കാണാനും അതുപോലെ നമുക്ക് കഴിക്കാനൊക്കെ തോന്നുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.